എൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല. അതൊന്നും കണ്ട അത് എൻ്റെ ശീലം നല്ല തൊലിക്കെട്ടിയാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ദിയാകൃഷ്ണയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, അവിടെ ഇൻലോസിൻ്റെ കാല് തൊട്ട് ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ 24 hours മകൻ്റെ അടുത്തുനിന്ന് അകറ്റി നിർത്തുന്നു, മകനെ കാണാൻ അനുവദിക്കുന്നില്ല. എന്തായാലും ഇതൊന്നും ഇപ്പം ദിയാകൃഷ്ണ പുതിയതായിട്ട് ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവാഹം നിശ്ചയിക്കുന്ന ദിവസം ദിയാകൃഷ്ണ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ ശരിയോ തെറ്റോ നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നമുക്കെന്നല്ല ആർക്കും ജീവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അവരുടേതായ ഓരോ ശരിയും തെറ്റുമുണ്ട്. അത് വെച്ച് ഞാനും ജീവിക്കും, നിങ്ങളും അങ്ങനെ തന്നെ ജീവിച്ചാൽ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ഹണിമൂൺ കഴിഞ്ഞു. നിങ്ങൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു മലയാളം സിനിമ ആയിക്കോട്ടെ, ഒരു മലയാളം സിനിമ എടുത്താൽ അതിനകത്ത് പോലും ലിവിങ് ടുഗദർ കോൺസെപ്റ്റ് കാണിക്കുന്നു. അഫ്കോഴ്സ് ഞാനും അച്ഛൻ ലിവിങ് ടുഗദറിലെ ഞാൻ എൻ്റെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലുമാണ്. ബട്ട് ലിവിങ് ടുഗദർ കോൺസെപ്റ്റിന് പോലും ഏതൊരു നടൻ അഭിനയിച്ചാലും അത് കൈയടിച്ച് പാസ്സാക്കുന്ന മലയാളികളാണ് ഇങ്ങനെ ഒന്ന് കമന്റ് ഇടുന്നത്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഒരാണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് അവർ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഡേറ്റിംഗ്, ദ ഫേസ് ഓഫ് ഡേറ്റിംഗ് റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയുന്നു. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുന്നതിന് മുന്നേ അയാൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഡെയിലി ബേസിസിൽ അറിയണമല്ലോ നമുക്ക്. അല്ലാതെ അയാളെ പറ്റി ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ കെട്ടി അയാളോട് പോകും? അതൊക്കെ ഐ എം റിയലി സോറി. വളരെ മോശം ചിന്താഗതിയാണ് നിങ്ങളുടെയൊക്കെ. വളരെ എന്താ പറയുക, ഒരു പഴയകാല ചിന്താഗതിയാണ്. അയാളോട്ടൊന്നും എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ പറഞ്ഞൊന്നും യോജിപ്പുണ്ടാവാനും പോകുന്നത് എനിക്ക് നിങ്ങളുടെ നെഗറ്റീവ് കമന്റ് കണ്ടൊന്നും തോന്നാനും പോകുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും കമന്റ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തത് അത് എനിക്ക് ചെയ്യാവുന്നതല്ല. എൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല. അതൊന്നും കണ്ട അത് എൻ്റെ ശീലം നല്ല തൊലിക്കെട്ടിയാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കേട്ടല്ലോ. അപ്പോൾ ദിയാകൃഷ്ണേതായിട്ടുള്ള രീതികളുണ്ട്. അതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റാൻ അവർ തയ്യാറല്ല. ഇനി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവരുടെ എൻട്രി നമ്മൾ കല്യാണത്തിന് മുമ്പാണ് കൂടുതൽ സ്മാർട്ടായിട്ട് അവരെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഒരു നല്ല മരുമകളായിട്ട് പോർട്രേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇൻലോസിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല മരുമകളായിരിക്കും, അതിനുള്ള യാതൊരു വക സ്ട്രാറ്റജി ആയിരുന്നില്ല അവരുടെ മെയിനായിട്ടുള്ള സ്ട്രാറ്റജി. അതൊരു സാധാരണ കുടുംബമാണ്. 2 ആൺകുട്ടികൾ. മൂത്ത ആൺകുട്ടിക്ക് ഫാമിലി, ഒരു മകളുണ്ട്. രണ്ടാമത്തെ ആൺകുട്ടിയായിട്ടുള്ള അശ്വിനാണ് പിന്നെയുള്ള മാതാപിതാക്കളുടെ ഏക ഒരാശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ദിയാകൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അശ്വിനെ അവിടുന്ന് പതുക്കെ ഉരിയെടുക്കണം. അപ്പോൾ മുമ്പേ ഈ അശ്വിൻ്റെ വീട്ടിൽ സന്ദർശിക്കുകയും അവിടുന്ന് വ്ളോഗ് എടുക്കുകയൊക്കെ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അതായത് ഈ അശ്വിൻ്റെ അമ്മ നല്ല രീതിയിൽ പാചകം ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ഈ പ്രോഡക്റ്റുകൾ അടുത്തടുത്ത് അവരുടെ ലോക്കൽ മാർക്കറ്റുകളിൽ മാത്രമാണ് വിറ്റിടുന്നത്. അപ്പോൾ ഈ ദിയാകൃഷ്ണയുടെ അല്ലെങ്കിൽ ഓസി ടാക്കീസിലൂടെ അതിന് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ അവർ ശ്രമിച്ചത് മെയിനായിട്ട് അവരുടെ ഈ ഇൻലോസിൻ്റെ ഇൻകം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ മകനെ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആകെയുള്ള ഒരു ആശ്രയമായിട്ടുള്ള മകൻ, അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ടാവും. വീണ്ടും ഒരു മകനെ വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ നിന്ന് ഒഴിവാക്കാനായിട്ടാണ് അവർക്ക് കുറേ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അവരുടെ ചമ്മന്തിപ്പൊടി, അച്ചാർ, സാമ്പാർ പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദിയ കൈവച്ചുകൊണ്ടിരുന്നത്. ദിയയ്ക്ക് ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ അമ്മായിയമ്മ വരുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരുന്ന മാറ്റം, മുമ്പേ അശ്വിൻ്റെ വീട് സന്ദർശിക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു സന്തോഷമാകും. ഇനി കല്യാണത്തിന് അവർ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആ ഒരു ഹണിമൂൺ ഡേയ്സിൽ അവരെ സന്ദർശിക്കാനായിട്ട് അശ്വിൻ്റെ അമ്മ വരുന്നൊരു ചെറിയ വ്ളോഗുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിപ്പൊടി ഇതൊക്കെ കൊണ്ടുവരുന്ന ആ വ്ളോഗിൽ ദിയാകൃഷ്ണയുടെ മുഖം കുറച്ചും കൂടി പരുഷമാണ്. എന്നാൽ പിന്നെ അവർ അതിലൊക്കെ ഇങ്ങനെ സഹകരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കാണാം. വെറുങ്കയോടെയല്ല വന്നേ, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ കൊണ്ടെന്ന് എനിക്കറിയില്ല. ഇഡലി മുറുക്ക കൊണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. ഇനി മുറുക്ക് കഴിക്കാൻ തുണിയായിട്ട് വയ്യായിരുന്നു. അശ്വിൻ എന്തൊക്കെ ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും പ്ലീസ്. തേങ്ങാപ്പാലിട്ട മുറുക്ക്. ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. സമയപരിമിതി മൂലം ഞാൻ ആ വ്ളോഗിൻ്റെ അവസാനം കാണിച്ചില്ല എന്നുള്ളൂ. ആ വ്ളോഗിൻ്റെ അവസാനം ഈ മീനമ്മ തിരിച്ചു പോകുമ്പോൾ ദിയാകൃഷ്ണ ഹസ്ബൻഡായിട്ടുള്ള അച്ഛനോട് പറയുന്നത്, മീനാമ്മയെ ആ സ്കൂട്ടറിൽ കൊണ്ട് ആ മുകളിലൊന്ന് കയറ്റി കൊടുക്കും, അവർക്ക് ബുദ്ധിമുട്ടാവും കയറാൻ. ഇവർക്ക് കാറില്ലാത്ത കുഴപ്പമൊന്നുമില്ല. തിരിച്ച് ഒരു ഭർത്താവിൻ്റെ അമ്മയെ അവരുടെ സ്വന്തം വീട്ടിൽ നല്ല കാറിൽ ഭർത്താവിനും ഭാര്യയ്ക്കും കൊണ്ടുപോയി, അന്നാണെങ്കിൽ കുഞ്ഞില്ല, അവർ പ്രഗ്നൻ്റ് അല്ല,
അപ്പോൾ പോലും ആ അമ്മായിയമ്മയോടുള്ള അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോടുള്ള ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള നീരസം പതുക്കെ 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 പ്രകടമായി തുടങ്ങി. ഇനി ഇത് ഫർദറായിട്ട് കുറച്ചും കൂടി രൂക്ഷമായിട്ടുള്ള ഒരു മുഖഭാവമായിട്ട് നമുക്ക് കാണുന്നത് ഓമിയുടെ നൂലുകെട്ടിൻ്റെ സമയത്ത് അല്ലോ അത് കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, അശ്വിൻ്റെ പാരൻസ് ഓമിയെ സന്ദർശിക്കാൻ വരുന്നൊരു പാർട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ശരിക്കും അറിയാം, ഞാനതിവിടെ കാണിക്കാം, അത് ശരിക്കും അറിയാം ദിയയുടെ ആ ഒരു ഫേസ് ചേഞ്ച് ആവുന്നത് അത്ര വലിയ ഇഷ്ടത്തോടു കൂടിയല്ലാതെ. എനിക്ക് തോന്നുന്നു പ്രസവിച്ചുടഞ്ഞു എന്തോ ആ കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ ഇൻലോസ് വരുമ്പോൾ ഉണ്ടാവുന്ന ദിയയുടെ ആ മുഖഭാവം നമുക്ക് ശരിക്കും വായിച്ചറിയാം. ഇനി ദിയ എന്തുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ എത്തി നിർത്തുന്നു എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും കിടന്ന് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുമ്പോൾ നമ്മൾ ദിയയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ദിയയുടെ സങ്കല്പത്തിലെ ആളേ അല്ല. ദിയ ഒരു തേപ്പ്, അതായത് പ്രേമിച്ചവൻ ഒരുപാട് ഇവരെ സാമ്പത്തികമായി എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇവർ ഇരിക്കുമ്പോൾ തന്നെ ഇവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ ഗേൾഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ഇവരറിയുകയും ചതിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു നിമിഷത്തിൽ ഒരാശ്രയം എന്നുള്ള രീതിയിൽ ആ ഉള്ള ഗ്രൂപ്പിലെ ഏറ്റവും പാവത്താനായ അശ്വിനെ അവർ ഒരു പാവയെ പോലെ സ്വയം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭർത്താവ് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ അത്ര കടുത്ത പ്രണയം കൊണ്ട് അശ്വിനെ അവർ വിവാഹം കഴിച്ചതല്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല, അവിടെ ഒരു കീഴ്പ്പെടുത്തലാണ്. നീ എൻ്റെ കീഴെ നിന്നാൽ മതി, ഒരു തേപ്പിൻ്റെ പ്രതികാരം എന്നോണം അങ്ങനെ ഒരു ആണിനെയും ഇനി തൻ്റെ സുപ്പീരിയർ ആവാൻ ശ്രമിക്കില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ദിയ ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു തെളിവായിട്ട് ദിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ദിയ കൃഷ്ണകുമാറിൻ്റെ മറ്റു മക്കളിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിൽ തന്നെ ദിയ രണ്ടാമത്തെ മകളാണ്. മൂത്ത മകള് ആയ അഹാനയോടാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രയും സ്നേഹം മറ്റു മക്കളേക്കാൾ, പിന്നെ ഏറ്റവും ഇളയ സികയോടും. അപ്പോൾ ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ ഈ എക്സ്ട്രീമുകൾ ഉണ്ടല്ലോ, മൂത്ത മകളോടും ഏറ്റവും താഴെയുള്ള മകളോടും, അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ പെൺകുട്ടിയായിട്ടുള്ള ദിയ, ഒരു പെൺകുട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെയും പെൺകുട്ടിയാണല്ലോ എന്നുള്ളൊരു മടുപ്പോടുകൂടി ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ വളരുമ്പോൾ അവളെ ഏറ്റവും അധികം കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത് അവളുടെ അച്ഛനാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവൾക്ക് ആകെ കൂടി സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കൃഷ്ണകുമാറാണ് ദിയയുടെ മാതൃകാ പുരുഷൻ. ആ പുരുഷനിൽ നിന്ന് വേറെ ഏത് കാമുകൻ കയറി വന്നാലും ഭർത്താവായിട്ട് വന്നാലും ഇനി ആ അച്ഛനോളം ഒരു റെസ്പെക്റ്റും അച്ഛനിൽ കണ്ട ഒരു സ്നേഹം ദിയയ്ക്ക് വേറെ ആരോടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൻ്റെ കുഞ്ഞിന് കേക്ക് മുറിക്കാൻ പോലും ഭർത്താവിനെ പോലും കൂട്ടി നിർത്താതെ അച്ഛനെ കൂട്ടി നിർത്തുന്നത്. ദിയയുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുലീന മുഖഭാവമുള്ള ഒരാൾ എന്ന് പറയുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ്. അതാണ് അവൾക്ക് അച്ഛനോടുള്ള ഏറ്റവും കൂടുതലുള്ള സ്നേഹവും. ഇനി രണ്ടാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട്, പ്രണയം, അങ്ങനെയുള്ള ഒരു ടീനേജിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും തീവ്രമായി പ്രണയിച്ചവൻ ഏറ്റവും തീവ്രമായി വഞ്ചിക്കുക എന്നുള്ളൊരു ഇത്. അപ്പോൾ രണ്ടാമതും അവൾക്ക് മുറിവേൽക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് ഒരു പാവത്താനെ സെലക്ട് ചെയ്തതിൻ്റെ കാരണം ദിയ തന്നെ പറയുന്നുണ്ട്. അശ്വിനൊന്ന് നമ്മൾ ഉറക്കെ ശബ്ദിച്ചാൽ പോലും കരയുന്ന ഒരാളായിരുന്നു. അതന്നെയാണ് ദിയ എക്സ്പെക്റ്റ് ചെയ്യണത്. ദിയ ഒന്ന് ഉറക്കെ ശബ്ദിച്ചാൽ അശ്വിൻ കരയണം എന്നുള്ളത് അവരുടെ മുൻകൂട്ടിയിട്ടുള്ള ഒരു ലൈഫ് ഡിസൈനിങ്ങിൻ്റെ ഭാഗമാണ്. എന്തൊക്കെയായാലും ദിയ അശ്വിൻ്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റി സ്വന്തമാക്കി ഒരു കുഞ്ഞായി ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള ആ ഒരു ഫേസിലേക്ക് അയാളെ തള്ളിവിട്ട്, അപ്പോൾ ഭർത്താവായി കഴിഞ്ഞാലും അച്ഛനായാലും ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചട്ടക്കൂടിലിട്ട് അശ്വിനെ ആ ഒരു കൂടിൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി അശ്വിൻ്റെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ അശ്വിന് പുറത്ത് സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തമായിട്ടൊരു വരുമാനം, അങ്ങനെയുള്ള ഒരു രീതിയിലേക്കും അശ്വിന് മോചനമില്ല. ദിയയുടെ പിന്നാലെ ദിയയുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ദിയയുടെ നോക്കിയിട്ട് ഇങ്ങനെ പുറകിലൂടെ പോവുക എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞ ഒരു രീതി അശ്വിൻ്റെയോ ദിയയുടെയോ ദാമ്പത്യത്തിലില്ല. അതിൽ ദിയയാണ് അവിടുത്തെ ബ്രെഡ് വിന്നർ. അപ്പോൾ ആ വീട് നോക്കിക്കൊണ്ടുപോകുന്ന ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദിയയിലൂടെയാണ് പോകുന്നത്. ഒരിക്കലും അശ്വിന് അവിടെ ഒരു വോയിസ് ഇല്ല. സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അശ്വിനുണ്ടായിരുന്ന ജോലി പോലും ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ദിയയുടെ ഇൻകത്തു നിന്നാണ് അശ്വിൻ്റെ പാരൻസിന് കൊടുക്കേണ്ടത്. ബന്ധുക്കളുടെ അവിടെ കല്യാണം ഉണ്ടാവും, ഒക്കെ അശ്വിനെ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ
ഇതൊക്കെ കൂടുതൽ കൂടുതൽ ദിയയെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റുകയാണ്. കാരണം അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളുടെ എല്ലാവരുടെയും വിവാഹം, മരണം, ചോറൂണ്, അങ്ങനെയുള്ള ഒരുപാട് സോഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഒഴുക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ട്, പിന്നെ സമയനഷ്ടമുണ്ട്, പിന്നെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി ഉടനെ അവിടെ പോയി ഹോസ്പിറ്റലിൽ നിൽക്കണം. അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദിയ ശരിക്കും അവരിൽ നിന്ന് കൃത്യമായിട്ട് അകലുന്നത്. അപ്പൊ അവന്റെ ബർത്ത്ഡേ എനിക്ക് നാട്ടില് വെറുതെ ഒരു ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹോളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു അവരുടെ അവസരം വരുന്നു, അവരുടെ അവസരം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട കുഞ്ഞിനും അവരെ ഓമിയെ എന്തുകൊണ്ട് ഗ്രാൻഡ് പാരൻസുമായിട്ട് അശ്വിൻ്റെ പാരൻസുമായിട്ട് അടുപ്പിക്കുന്നില്ല, അശ്വിൻ്റെ കുടുംബത്തിൽ ഓമിയെ കൊണ്ടുപോകുന്നില്ല? ആ ഒരു അകലം കൂട്ടി കൊണ്ടുവരാനായിട്ട് ദിയ കാണിച്ച ബുദ്ധി ഉണ്ടല്ലോ. വിവാഹം കഴിഞ്ഞ ഉടനെ അമ്മായിയമ്മ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം, വിവാഹത്തിന് മുമ്പ് വീട്ടിലേക്ക് അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ദിയയുടെ ഫേസ്, അതും കഴിഞ്ഞ് കുഞ്ഞിനെ എടുക്കുമ്പോൾ ദിയയുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷകരമല്ലാത്ത ഒരു ദേഷ്യം കലർന്ന ഒരു ചിരി. ഇനി അപ്പുറം ഓമി എന്തുകൊണ്ട് നാട്ടിൽ വെച്ചിട്ട് ഓമിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നുള്ളതിന് ദിയ തന്നെ പറയുന്നുണ്ട്. ബന്ധുക്കൾ കുറേ പേര് വരും, വെറുതെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. അതൊക്കെ ദിയയ്ക്ക് ശരിക്കും ഒരു അസഹിഷ്ണുതയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ പറയുന്നത് ഒരു മാറ്റേണൽ ഗേറ്റ് വേ ആണ്. അവരുടെ കുഞ്ഞിന് മാറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മ എന്നുള്ള നിലയിൽ ഒരു ഗേറ്റ് വേ, അമ്മ ഒരു ഗേറ്റ് വേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നടൻ സൂര്യയുടെ, നമ്മുടെ വിജയുടെ ഒക്കെ വൈഫ് അവരുടെ പാരൻസുമായിട്ട് മക്കളെ അധികം മിങ്കിൾ ചെയ്യിപ്പിച്ചിട്ടില്ല. ഇത് ചെന്നൈയിൽ പല ന്യൂസിലും വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ കുഞ്ഞിനെ ഇൻലോസുമായിട്ട് അധികം അടുപ്പിക്കാത്തവരാണ്. കാരണം ഇൻലോസിൻ്റെ ചില മോശം ഹാബിറ്റോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഈ ബ്ലാക്ക് ഹ്യൂമറൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ മോശം തമാശകൾ, ചീത്ത വേർഡുകൾ, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പഴയ ആൾക്കാരായതുകൊണ്ട് അതല്ല. അപ്പോൾ അതൊന്നും കുട്ടികൾ കേട്ട് വളരണ്ട. ഇനി എൻ്റെ മകൻ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് വളരണം, അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ രീതികളിൽ അവനൊരു ആരാധന തോന്നാൻ പാടില്ല. മറിച്ച് ദിയയായിരിക്കണം അവൻ്റെ മുമ്പിൽ ഒരു സൂപ്പർ വുമണായിട്ട് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ദിയ ആഗ്രഹിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ മാറ്റേണൽ ഗേറ്റ് വേ എന്ന് പറയുന്നത് ആ അമ്മ മകനെ മറ്റു ബന്ധങ്ങളിൽ നിന്ന് സ്വാർത്ഥതയോടുകൂടി അകറ്റി നിർത്തുന്നു. അവനെ ഇനിയിപ്പോൾ ഗ്രാൻഡ് പാരൻസുമായിട്ട് മിങ്കിൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഭാവിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അശ്വിൻ ഒരു സാധാരണ ഫാമിലിയിലാണ്. ഇനി അവൻ അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ കാണാനായിട്ട് ദിയ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മകനെ ദിയ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നത്. ഈ അശ്വിൻ എന്നുള്ളത് ദിയയുടെ ഒപ്പം തന്നെ മകന് അവകാശപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് അശ്വിൻ ദിയ മകൻ എന്നുള്ള ആ ഒരു ഇത്. അതിൻ്റെ പുറകിൽ അപ്പുറത്ത് ദിയയുടെ വീട്ടുകാരോ അശ്വിൻ്റെ വീട്ടുകാരോ ഇനി കൂടുതൽ വൈകാരികമായിട്ട് അവരോട് അടുപ്പം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എല്ലാത്തിനെയും കാണുക. ലൈഫ് എന്ന് പറയുമ്പോൾ ദിയയ്ക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനം ഓമിയാണ്. മാത്രം സ്വാർത്ഥമതിയായിട്ടുള്ള അമ്മയാണ് ദിയ. ഇപ്പോൾ രണ്ടാമതൊരു കുഞ്ഞാവുമ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ ഒരു അയവുണ്ടാവും. എന്തായാലും ഇപ്പോൾ ദിയയെ സംബന്ധിച്ചിടത്തോളം ഓമിയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് അവർ വന്ന് കോരിയെടുക്കണതും ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാ ബന്ധുക്കളും ഈ കുഞ്ഞിനെയാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അവനുണ്ടായേക്കാവുന്ന അവൻ്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ആളുകൾ വാരി വലിച്ചെടുക്കുമ്പോൾ കുഞ്ഞിനുണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഒരു മദർ എന്നുള്ള നിലയിൽ അവരുടെ കൺസേൺ ആണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ എന്നുള്ള നിലയിൽ അവർ ആ മകനോട് കൂടുതൽ അറ്റാച്ച്ഡും എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട് നല്ല രീതിയിൽ അകലം. ഇനി അതങ്ങനെ കൂടിക്കൂടി വരും. കാരണം അവിടെ അങ്ങനെ വയസ്സായി അവരുടെ ഓരോ പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ ദിയ ശരിക്കും ഇറിറ്റേഷനാവും. സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാണല്ലോ ആ ബന്ധുത്വം എന്നുള്ള ഒരു ചിന്ത. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.